പലപ്പോഴും സിംഗിൾ ആണെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെ നാം കാണാറുണ്ട്. ചിലരെങ്കിലും സിംഗിൾ ആയിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ടെങ്കിലും സിംഗിൾ ആയിരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ദീർഘകാലം പങ്കാളികളുമായി ജീവിക്കുന്നവരെക്കാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ അസംതൃപ്തരാണെന്നാണ് പുതിയ പഠനം വെളിപ്പെടുത്തുന്നത്. സൈക്കോളജിക്കൽ സയൻസ് ജേർണലിലാണ് ഇത്തരത്തിലുള്ള പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജീവിത പങ്കാളികളുള്ളവരും ഇല്ലാത്തവരുമായ യൂറോപ്പിൽ ജീവിക്കുന്ന 77,000 ആളുകളിലാണ് ഇവർ പഠനം നടത്തിയത്. ഈ രണ്ടു കൂട്ടരുടെയും സ്വഭാവ സവിശേഷതകളിൽ ധാരാളം വ്യത്യാസങ്ങൾ ഗവേഷകർക്ക് കാണാൻ കഴിഞ്ഞു. ദീർഘകാലം ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ മറ്റുള്ളവരുമായി ഇടപെടുന്നതിൽ താരതമ്യേന വിമുഖത കാണിക്കുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതമാണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ആരോഗ്യപരമായും സാമ്പത്തികമായും പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നേക്കാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വൈകാരികമായും വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. ഒറ്റയ്ക്ക് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുറത്തുള്ളവരുമായി ആരോഗ്യപരമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ചെറുപ്പകാലങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും പ്രായമാകുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരും. അതേസമയം പങ്കാളികളില്ലാത്ത സ്ത്രീകൾ പങ്കാളികളില്ലാത്ത പുരുഷന്മാരെക്കാൾ ജീവിത സംതൃപ്തിയിൽ മുന്നിലാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി സയൻസ് നടത്തിയ പഠനം പുറത്തു വന്നിരുന്നു. പങ്കാളികളില്ലാത്ത സ്ത്രീകളെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരും വിഷമം അനുഭവിക്കുന്നവരുമായാണ് സമൂഹം ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല. അവർ അനുഭവിക്കുന്നത് അതിരില്ലാത്ത ആനന്ദമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സിംഗിളായി ജീവിക്കുന്ന സ്ത്രീകൾ പങ്കാളികളുള്ളവരേക്കാൾ സിംഗിളായ പുരുഷനേക്കാളും സന്തുഷ്ടരാണെന്നാണ് സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി സയൻസ് പുറത്തുവിട്ട പഠനത്തിൽ പറയുന്നത്. അവിവാഹിതരായ സ്ത്രീകൾ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ജീവിതം, ലൈംഗികാനുഭവങ്ങൾ എന്നിവയിലെല്ലാം ഉയർന്ന തോതിൽ സംതൃപ്തി അനുഭവപ്പെടുന്നതായാണ് പഠനത്തിലെ കണ്ടെത്തൽ. അതേസമയം അവിവാഹിതരായ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഒരു പ്രണയബന്ധത്തിലാകാനുള്ള ആഗ്രഹം കുറവാണെന്നും പഠനം വിലയിരുത്തുന്നു. പങ്കാളികളുള്ള വ്യക്തികളുടെ അനുഭവങ്ങളും മാനസികാവസ്ഥയും കൂടി പരിഗണിച്ചാണ് ഗവേഷകർ ഈ പഠനം നടത്തിയത്. സിംഗിൾഹുഡ് ഒരു പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണെന്നത് അംഗീകരിക്കപ്പെടാത്തതിനെ കുറിച്ചും പഠനത്തിൽ പരാമർശമുണ്ട്. 2020-നും 2023-നും ഇടയിൽ നടത്തിയ 10 പഠനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ഗവേഷകർ പുതിയ പഠനത്തിനായി ശേഖരിച്ചു. ഡേറ്റ കളക്ഷന്റെ സമയത്ത് പ്രണയബന്ധങ്ങളിൽ അല്ലാതിരുന്ന 5491 പേരെയും പഠനത്തിൽ ഉൾപ്പെടുത്തി. പുരുഷൻ, സ്ത്രീ എന്നിങ്ങനെ വേർതിരിച്ചാണ് സാമ്പിളുകൾ എടുത്തത്. 18-നും 75-നും ഇടയിൽ പ്രായമുള്ളവരെയാണ് പഠനവിധേയമാക്കിയത്.